ശാരിക്ക് എന്താ തോന്നുന്നേ? അത് പറ. ദേവിക നന്ദനായിട്ടുള്ള ഡിവോഴ്സ് നടക്കുമോ? ആ ഡിവോഴ്സ് നടക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ കാത്തിരിക്കുന്നത്? ഞാൻ ചോദിച്ചു കേട്ടില്ലേ? ആ കേട്ടു. ഞാൻ ആലോചിക്കുകയായിരുന്നു കെവിനേട്ടാ, ഡിവോഴ്സ് വേണമെന്ന് തന്നെയാ ചേച്ചിയുടെ ആഗ്രഹം. ഞങ്ങൾക്കും അങ്ങനെ തന്നെയാ. അപ്പൊ പിന്നെ വിവാഹമോചനം നടക്കുമല്ലോ. അല്ല, കെവിൻ ചേട്ടന് ചേച്ചിയും നന്ദേട്ടനും തമ്മിൽ ഡിവോഴ്സ് വേണമെന്നാണോ വേണ്ടെന്നാണോ? അല്ല, കുടുംബം വേർപിരിയുക എന്നുള്ളത് വിഷമുണ്ടാക്കുന്നതാണല്ലോ. പ്രത്യേകിച്ച് എൻ്റെ പ്രിയപ്പെട്ടവളുടെ കുടുംബത്തിലൊരു പ്രശ്നം എനിക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതല്ലേ. കെവിൻ ചേട്ടൻ അപ്പം എന്നോട് അത്രയും സ്നേഹമുണ്ടല്ലേ? എന്ത് ചോദ്യം ശാരി ചോദിക്കുന്നേ? ശരിക്കും ദേവിക എൻ്റെ ഏട്ടത്തിയുടെ സ്ഥാനത്തല്ലേ? അതേടാ, ഏട്ടത്തെയും ക്ലാസ്മേറ്റും എല്ലാം ആണ്. എന്നിട്ടല്ലേ ഈ ചതി ചെയ്തേ? ശാരിക, ആ കെവിൻ ചേട്ടന് കിട്ടിയത് എത്ര ഭാഗ്യെന്ന് ചിന്തിക്കുമായിരുന്നു. വിവാഹമോചനം കിട്ടിയ പിന്നെ ദേവികയുടെ പ്ലാൻ എന്താണ്? നല്ലൊരു പയ്യനെ കണ്ടുപിടിച്ച് ചേച്ചിയുടെ കല്യാണം നടത്തണം. ചെറിയ പ്രായമല്ലേ, ഒറ്റയ്ക്ക് നിൽക്കേണ്ട കാര്യമില്ലല്ലോ. ആ, അതും ശരിയാ. ആ അതിരിക്കട്ടെ, നന്ദേട്ടന്റെ പ്ലാൻ എന്താ? കെവിൻ ചേട്ടന്റെ കൂട്ടുകാരനല്ലേ, കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. നന്ദൻ വേറെ കല്യാണം കഴിക്കാൻ തോന്നുന്നില്ല. ഏയ്, എനിക്ക് പക്ഷെ അങ്ങനെയല്ല തോന്നുന്നേ. ഒരു സംശയ. എന്താ? നന്ദേട്ടൻ ഇസബെല്ലെ കല്യാണം കഴിക്കുമെന്ന് അല്ല കെവിനേട്ടാ? ഏയ്, അങ്ങനെയൊന്നും നന്ദൻ ചിന്തിക്കില്ല. സത്യം പറയാലോ, അവര് നല്ല പൊളി മാച്ചാ. ഇസബെല്ല നല്ല സ്റ്റൈലിഷ് അല്ലേ? നന്ദേട്ടൻ അതാ ഇഷ്ടാന്ന് എനിക്ക് തോന്നുന്നു. ചേച്ചിയാണെങ്കിൽ എല്ലാം ഒരു നാടൻ രീതി. സത്യത്തിൽ എന്റെ ചേച്ചിക്ക് വല്ല അധ്യാപകനെയോ രാഷ്ട്രീയക്കാരോ ഒക്കെ ആയിരിക്കും ചേരുക. ഇസബെല്ല നന്ദേട്ടന് നല്ല മാച്ചായിരിക്കും. എന്താ കെവിൻ ചേട്ടാ, അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ നന്ദേട്ടന്? എങ്കിൽ പറ. ഏയ്, അങ്ങനെയൊന്നുമില്ല. ശരികെ, ഞാൻ വിളിക്കാം. എൻ്റെ ഫോണിൻ്റെ റേഞ്ച് പോകുന്നു. ഇല്ലല്ലോ, എനിക്ക് നന്നായിട്ട് കേൾക്കാമല്ലോ. മറുപടി പറയാൻ പറഞ്ഞോണ്ട് എന്നോട് കള്ളം പറയുവാണോ കെവിനേട്ടാ? അയ്യോ അല്ല, എനിക്കറിയാം കെവിനേട്ടൻ എന്നോട് കള്ളം പറയാൻ പറ്റില്ല എന്ന്. അത്രയ്ക്ക് ഇഷ്ടമല്ലേ എന്നെ? പിന്നല്ലാതെ. അയ്യോ ചേച്ചി. എന്നാ പിന്നെ വെച്ചോ. ശരി ചേച്ചി, ഞാൻ എൻ്റെ ഫ്രണ്ടിനെ ആരെ വിളിച്ചോന്ന് ഞാൻ ചോദിച്ചില്ല. ഈ രാത്രിയിൽ പുറത്ത് വന്നിട്ട് വേണോ ഫോൺ ചെയ്യാൻ? അല്ല, ഞാൻ സംസാരിച്ചിങ്ങനെ നടന്ന് തോന്നും. ചിലപ്പോ റോഡിലോട്ട് ഇറങ്ങി നടക്കാനും തോന്നും. ആ തോന്നലൊക്കെ നല്ലതിനല്ല. അകത്ത് കയറിപ്പോ.